ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്കാലപ്പ് നെക്ക് ഡിസൈൻ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുക. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വി ഷേപ്പിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു കുപ്പിയുടെ അടുപ്പെടുത്തിട്ടാണ് നമ്മൾ ഡിസൈൻ വരച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ആ വരയുടെ ഉൾവശത്തായിട്ടാണ് ഇങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ട് ഡിസൈൻ വരച്ചു കൊടുക്കുന്നത്. ഫസ്റ്റിന് ഞാൻ പെൻസിൽ കൊണ്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് വരച്ചു കൊടുക്കാം. അടുപ്പ് ഇങ്ങനെ കുറച്ച് ഭാഗം മാത്രം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നെക്കിന് വീതി കുറഞ്ഞ പോലെ തോന്നും. അപ്പം ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്കൊരു ലൈൻ കൂടി 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നമ്മൾ ആ വളവൊക്കെ കറക്റ്റ് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കത് ലൈനിങ് ക്ലോത്തിൽ അയൺ ചെയ്തെടുക്കാം. ലൈനിങ് ക്ലോത്തിൽ അയൺ ചെയ്യുമ്പോൾ എനിക്കൊരു പണി കിട്ടി. അതൊന്ന് കത്തിപ്പോയി. പിന്നെ ഉൾവശത്തല്ലേ എന്ന് വെച്ചിട്ട് സമാധാനിക്കാം. ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. നമുക്ക് കറക്റ്റ് ഇങ്ങനെ നെക്കിൻ്റെ ആ സെൻറ്ററിൽ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ക്യാൻവാസ് ഡിസൈൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് പിൻ ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് മെയിൻ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് ഈ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ക്യാൻവാസിൽ തട്ടാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഡിസൈനൊക്കെ കറക്റ്റ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ പതിച്ചൊരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കാം ഡിസൈൻ്റെ മുകളിലായിട്ട്. ഞാൻ ചെറുതായിട്ട് ബീഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രിൻറ്റഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് ആ ഡിസൈനൊന്നും അങ്ങനെ കറക്റ്റായിട്ട് കാണുന്നില്ല. പ്ലെയിൻ മെറ്റീരിയൽ ചെയ്തൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ചെറിയ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.